Hello, namaste. Namaste. How are you? Namaste. Fine. Enjoying Yes. holidays, no? Ah, holidays അല്ല കോളേജ് ഉണ്ട്. Tomorrow holiday, no? Deepavali. ആ ആ ടുമോറോ ഹോളിഡേ ആണ്. എന്താ പഠിച്ചു മോളുന്നു? ഞാന് പഠിച്ചത് ഇന്നൊരു ഹോംവർക്ക് തന്നിരുന്നു ടീച്ചർ, അത് ചെയ്തു. എന്തായിരുന്നു? സ്മോൾ ബിസിനസ്സിനെ പറ്റിയിട്ട് പഠിച്ചു തരാണ്. അപ്പോൾ ഒരു ബിസിനസ് സെലക്ട് ചെയ്തു, അതിനെ പറ്റി നോക്കി. Okay. പിന്നെ ന്യൂസ് റിപ്പോർട്ടിലത്തെ കുറച്ച് വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചു. Good girl. പറയ്. അതന്നെ. ഉം. എന്താ വേണ്ട പറ. ആ അതിപ്പം ഞാന് ഇപ്പം BBA അല്ലേ പഠിക്കണത്. അപ്പം ഇനി MBA നല്ല കോളേജസിലൊക്കെ കിട്ടണമെങ്കിൽ പരീക്ഷ ഉണ്ടാവുമല്ലോ, CAT GMAT ഒക്കെ. കാറ്റ്, ആ GMAT. മാറ്റ്, ജിമാറ്റ് എല്ലാം ഉണ്ടാവും. ആ അപ്പം അതിന്റെ അന്ന് ഒരു മീറ്റിൽ നിങ്ങൾ പറഞ്ഞിരുന്നു, അത് GMATും കാറ്റിലും 20% സെയിം ആക്കാറ് സിലബസ്, കുറച്ച് കഴിഞ്ഞത് മാറുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഇതിനു വേണ്ടി പഠിക്കുക? അപ്പോഴും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഞാന്. അതില് സാധാരണ ഉണ്ടാവുക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും എല്ലാ ഇത്തരം ടെസ്റ്റിലും ഉണ്ടാവുന്നത് ബേസിക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. ഇംഗ്ലീഷ് കോംപ്രഹെൻഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ജനറൽ നോളജ് കിട്ടുന്നതും. വലിയ ന്യൂസ് വായിച്ചാൽ അതിനെ ചെറുതായിട്ട് മാറ്റി എഴുതാൻ പറ്റും. അപ്പം ഞാൻ അതിനൊരു ഹെഡിങ് കൊടുക്കാൻ പറഞ്ഞാൽ ഹെഡിങ് കൊടുക്കാൻ പറ്റണം. അതിൽ ഈ തന്നിരിക്കുന്ന ന്യൂസ് പേപ്പറിലെ ഹെഡിങ് അല്ല, അത് മാറ്റിയിട്ട് ഞാൻ കൊടുക്കണം എന്ന് വിചാരിക്കാം. എന്ത് ഹെഡിങ് കൊടുക്കുക ഇന്നത്തെ ന്യൂസിന്? ഇന്നത്തെ ന്യൂസ് എന്താന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? അത് നോക്കിങ് ട്രംപിന് അഗേൻസ്റ്റ് ആയിട്ട് ആൾക്കാർ നടത്തിയ പ്രൊട്ടസ്റ്റ്. ഉം. അപ്പം ഹെഡിങ്ങും ഡെമോക്രസിക്കെതിരെ മൊനാർക്കി ഇൻ USA എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ്. നല്ലൊരു ഹെഡിങ് കൊടുക്കണം എന്ന് വിചാരിക്കും. എന്താ കൊടുക്കുക? അതന്നെ, മൊനാർക്കി ഇൻ USA, പ്രൊട്ടക്ടിങ് അഗേൻസ്റ്റ് മൊനാർക്കി ഇൻ USA. അപ്പൊ അത് എങ്ങനെയാ നടക്കണത്? അവരുടെ പ്ലേ കാർഡിൽ എന്താ എഴുതിയിട്ടുണ്ടാവുക? ഫാസിസത്തിനെതിരാണെന്ന്. നമ്മളിപ്പോ ഒരു ഒരാൾക്കെതിരെ മൊണാർക്കി എന്നൊന്നും എന്താ ഉണ്ടാവുക? രാജാവല്ലേ ഉണ്ടാവുക. അപ്പൊ മൊണാർക്കിക്കെതിരെ ഞാനൊരു മോളോടൊരു ഒരു പ്ലേ കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കെ എല്ലാരും കയ്യിൽ പിടിച്ചോണ്ട് നടക്കണം. അപ്പൊ എന്താ കൊടുക്കുക? മൊണാർക്കിയിൽ ഏറ്റവും ടോപ്പ് ആരായിരിക്കും? കിങ്. അപ്പൊ എനിക്ക് അതിനെതിരെ പോകുമ്പോൾ ഞാനൊരു പ്ലേ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ എന്താ ഉണ്ടാക്കേണ്ട കയ്യിൽ പിടിക്കാൻ? We don't want king. No king. നോ കിങ്. അതായിരിക്കും ഒരു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതായിരിക്കും, നേഷൻ വൈസ് പ്രൊട്ടസ്റ്റ് ഇൻ US. എന്നിട്ട് നോ കിങ് എന്ന് കൊടുത്തതായിരിക്കും. അട്രാക്റ്റീവ് ആവോ ഇല്ലയോ? അങ്ങനെ കൊടുക്കാനുള്ള കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ. എന്തിനെതിരെയാണത്? പീപ്പിൾ വാണ്ടഡ് ടു ചാലഞ്ച് ട്രംപ്സ് പ്രസിഡൻഷ്യൽ പവർ. മനസ്സിലായോ? അപ്പൊ ഏത് വായിക്കുമ്പോഴും നമ്മുടെ ഭാഷയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് സാധാരണ ഒരു ഹെഡിങ് കൊടുക്കാനുള്ള കഴിവ്. ഇതൊക്കെ ആവശ്യമാണ് നല്ല ബിസിനസ് ഉണ്ടാക്കുമ്പോൾ. ബിസിനസ്സിന് പേര് കൊടുക്കേണ്ടി വരും, നല്ല ടൈറ്റിൽ കൊടുക്കേണ്ടി വരും. നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ അതിന് പേര് കൊടുക്കേണ്ടി വരും. ഇന്നിപ്പം 19-ാം തീയതി, ഞാൻ 25-ാം തീയതി NIT കോഴിക്കോട് ലെക്ചറിന് പോകുന്നു. അവർ സ്പേസിനെ കുറിച്ച് പറയണമെന്നാ പറഞ്ഞത്. നല്ല ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ കൊടുത്ത് ബിയോണ്ട് സ്പേസ് എന്നാണ് കൊടുത്തത്. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം.
ആ ടൈറ്റിൽ കൊടുക്കുമ്പോഴാണ് പിന്നെ ആലോചിച്ചാൽ മതി. അങ്ങനെ നല്ല ടൈറ്റിൽ കൊടുക്കാൻ പറ്റണം. മനസ്സിലായി? ഇതാണ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞ അർത്ഥം. കുറേ വായിക്കുമ്പോൾ അതിന് സ്പെസിഫിക് ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊരു 10 ചോദ്യം ഉണ്ടാക്കാൻ പറ്റുമോ, ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ, ആ ചോദ്യം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വായിക്കുമ്പോൾ അതിന് ഉത്തരം കണ്ടിക്കാൻ പറ്റുമോ. ഇതാണ് IELTS-ലായാലും കാറ്റിലായാലും GMAT-ലായാലും ഒക്കെ ഇംഗ്ലീഷിനെ കുറിച്ചുണ്ടാവും. അപ്പൊ നല്ല വെക്കാബുലറി വേണം. അതിനാണ് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അടുത്ത എന്താ വെച്ചാല് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ. ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചതുരം വരച്ചിട്ട് ഒരു ഏറോ മാർക്ക് വരയ്ക്കും. അടുത്ത കോളത്തിൽ ആ ഏറോ മാർക്ക് കൂടാണ്ട് വേറൊരു ഏറോ മാർക്ക് വെർട്ടിക്കലായിരിക്കും. ഒരു ഏറോ മാർക്ക് ഒരു ഡയഗൺ മുതൽ മറ്റേ ഡയഗൺ, അടുത്തതിൽ ഒന്ന് വെർട്ടിക്കൽ ഉണ്ടാവും, പിന്നത്തേല് ഇവിടെ നിങ്ങളുടെ ആയിരിക്കും. അടുത്തതിന് എങ്ങനെ ഉണ്ടാവുക, ഒരു സൈക്കിൾ പോലെ പോവും. അപ്പൊ ഇവിടെ നിങ്ങളുടെ പോകേണ്ടതെന്ന് നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവാണ് ലോജിക്കൽ റീസണിങ്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു FEENAH എന്താ വാക്കിന്റെ അർത്ഥം? FEENAH നിങ്ങൾക്ക് എവിടുന്നാ വാക്ക് കിട്ടിയത്? എനിക്കറിയില്ല. FEENAH ഫീനാണോ? വാക്ക് കിട്ടിയത് ഹനീഫ് തിരിച്ചെഴുതിയ FEENAH മനസ്സിലാവുണ്ടോ? ഞാൻ FEENAH എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇത് ഹനീഫാണല്ലോ എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവിനെയാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു വാക്ക് കിട്ടുമ്പോ അതിന്റെ ഒരു മിറർ ഇമേജ് ആയിട്ട് കാണിക്കുക, ചിലപ്പോൾ തിരിച്ചിട്ട് എഴുതും. അപ്പൊ നല്ല ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം. ആ കഴിവിനെയാണ് നമ്മൾ സാധാരണ ലോജിക്കൽ റീസണിങ് പറയാം. ഓക്കെ, ITEL എന്താണ് വാക്കുണ്ടാവുക? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു വിചാരിക്കും. ITEL ഓഫ് കമ്പ്യൂട്ടർ. ടെലിഫോൺ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം. ഇന്റൽ. അപ്പൊ ബുദ്ധി മനസ്സിലായില്ലേ? ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് കാണുന്നത് ശ്രദ്ധിക്കുക, അത് വായിക്കുക, അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയ 2 ക്വസ്റ്റ്യൻ, അതുപോലെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നുണ്ടോ, ഇപ്പൊ ഇതുവരെ ചിന്തിക്കാത്ത പോലെ ഇങ്ങനെയാണ് ട്രിക്ക്. ചിന്തിക്കാത്ത മനസ്സിലായോ? ഇപ്പൊ 1 4 9 നെക്സ്റ്റ് നമ്പർ ഏതാണ്? 1 4 149. അടുത്ത നമ്പർ 149. ഈ ലോജിക്കൽ റീസണിങ് പല തരത്തിലുണ്ടാവാം. ഒന്ന് പിക്ചറാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പിന്നെ ലെറ്റേഴ്സിന്റെ തിരിമറിയാ പറഞ്ഞത്, പിന്നെ ഡാഷ് വെച്ച് കണ്ടുപിടിക്കാനുള്ള മീനിങ്. 1 4 9 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16. മനസ്സിലായോ? ഇങ്ങനെ ചിന്തിക്കുന്ന എബിലിറ്റിയാണ് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ കുറേ ചോദ്യങ്ങളുണ്ടാവും. ഇപ്പൊ എന്റെ KLH
KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, ഡോക്ടർ ടി പി എസ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ മിക്കവാറും MBA, BBA, BTech എല്ലാവർക്കും ഉള്ള ഇത്തരം കോഴ്സുകൾ പാസ്സാവാൻ എക്സാമിന് പഠിപ്പിക്കുന്ന പരിപാടി. ഓക്കെ, അതുപോലെ ഏതെങ്കിലും ഒരു UGC നെറ്റ്, UGC പാസ്സായിട്ട് മാസ്റ്റേഴ്സ് പഠിച്ചവർക്ക് നെറ്റ് എക്സാം എഴുതുമ്പോൾ ഇത് തന്നെയാണ് വേണ്ടത്. കാറ്റ് ആയാലും GMAT ആയാലും GRE ആയാലും ഏത് ബാങ്ക് ടെസ്റ്റ് ആയാലും UPSC ആയാലും PSC ആയാലും എല്ലാത്തിനും ഈ ഒരു ചോദ്യം ഉണ്ടാവും. ഇതേപോലെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ലോജിക്കൽ റീസണിംഗ് ഉണ്ടാവും. ഏത് ബാങ്ക് ടെസ്റ്റ് ആയാലും തന്നെയാണ്. ലോജിക്കൽ റീസണിംഗ് ഉണ്ടാവും. എല്ലാം മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിംഗ്, അനലിറ്റിക്കൽ സ്കില്ല് പഠിച്ചാൽ എവിടെയും ജോലി കിട്ടും. ഏത് പരീക്ഷ തരണം. അപ്പം എല്ലാത്തിൻ്റെയും പഴയ ഗൈഡുകളോ റോഡ് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതോ അതെങ്കിൽ നെറ്റിൽ പോയിട്ട് കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ശേഖരിച്ചു വെക്കുക. ഓക്കെ, ആ കുറേ ക്വസ്റ്റ്യൻസ് ശേഖരിച്ചു വെക്കുക. ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് വെക്കുക. സിലബസ് നോക്കുക. സിലബസിൽ ലോജിക്കൽ റീസണിങ് എന്നുണ്ടെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻസിന് ലോജിക്കൽ റീസണിങ് അടിച്ചു വെക്കുക. കുറേ ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക ലാപ്ടോപ്പിൽ. പിന്നെ ഇതിന് ബുക്സ് എന്തെങ്കിലും വാങ്ങണം എക്സ്ട്രാ? ഈ ബുക്സ് ഒക്കെ ഏത് ബുക്ക് നോക്കിയാലും അവരൊക്കെ ഇതൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബുക്കായി. ഇനി ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് കമ്പ്യൂട്ടറിൽ അല്ല പഠിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കുന്നതിന് നഷ്ടമൊന്നുമില്ല. ഇഷ്ടംപോലെ പഴയത് എവിടെ. ഇപ്പം ഏത് ബുക്ക് ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ പഴയ ബുക്സോ അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതുന്നവരോ പഴയ ബുക്കുകളൊക്കെ വെക്കുന്ന ചില സ്ട്രീറ്റ് ഉണ്ടാവും. ഹൈദരാബാദൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, നെല്ലൂരും ഉണ്ടാവും. അത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോമ്പറ്റീറ്റീവ് എക്സാംസ്, UPSC അല്ലെങ്കിൽ APSC, ആന്ധ്രാപ്രദേശ് സിവിൽ സർവീസ് എക്സാം, SI എക്സാം, പിന്നെ ബാങ്ക് ടെസ്റ്റ് അല്ലെങ്കിൽ റെയിൽവേ ടെസ്റ്റ്, ഏതെങ്കിലും കുറെ മേടിച്ചു നോക്കാം. പിന്നെ എന്താണ് അപ്പം ഓക്കെ, പിന്നെ എന്താണ് നീ എത്ര നല്ല കുട്ടിയെ നീ എവിടുന്ന് ഇങ്ങനെ എത്ര നല്ല കുട്ടിയാകാൻ പഠിച്ചു? ഏത് ബുക്ക്? പാരന്റ്സ് നല്ല രീതിക്ക് വളർത്തും. പിന്നെ ഉമ്മ ഫോണും നേരെ ഉപയോഗിക്കാൻ അയക്കൂല. എന്റർടൈൻമെന്റിന് ഫോൺ എടുക്കണ്ട പറയും. ബാക്കി പഠിക്കാനും എന്തൊക്കെ അപ്പം നോളജിനൊക്കെ പറ്റുന്നു. എന്റർടൈൻമെന്റിന് ഫോൺ എടുക്കണ്ട പറയും. പഠിക്കാനും എന്തൊക്കെ ഇപ്പം നോളജിനൊക്കെ പറ്റുന്നു. പിന്നെ ഇപ്പം നമ്മള് ഈ കോളേജിൽ മാത്രം പഠിപ്പിക്കുന്ന സ്കിൽസ് അല്ലാതെ വേറെ കുറച്ച് സ്കിൽസ് വേണ്ടി വരൂലേ? ഈ കോളേജിൽ മാത്രം പഠിപ്പിക്കുന്ന സ്കിൽസ് അല്ലാതെ വേറെ കുറച്ച് സ്കിൽസ് വേണ്ടി വരൂലേ? കോളേജിൽ പഠിപ്പിക്കുന്നതൊക്കെ വളരെ ചുരുക്കമായിരിക്കും. ഓക്കെ, ഇത്തരം കുറേ സംഭവങ്ങൾ പഠിക്കുക, നല്ലപോലെ ഇംഗ്ലീഷ് വായിക്കുക. പിന്നെ മോളിപ്പം ഈ സംസാരിക്കുന്ന ഒരു എബിലിറ്റി ഉണ്ടല്ലോ, ചോദ്യം ചോദിക്കുന്ന എബിലിറ്റി. അതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക് കുറിച്ചൊരു ഏതെങ്കിലും ഒരു ടോപ്പിക്. ഇപ്പം നമ്മളിപ്പം ഒരു ന്യൂസ് പേപ്പർ വായിക്കാതെ ഞാൻ എത്രയും സമയം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച്. ഓക്കെ, ട്രംപിന്റെ ഇത്രയും കാലത്തെ ഭരണം, അയാൾ ചെയ്തിട്ടുള്ള കുറെ അബദ്ധങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ ഇന്ത്യക്കെതിരെ ചെയ്യുന്ന സംഭവങ്ങൾ. ഞാനിപ്പോ ഗിവ് എ സ്പീച്ച് ഓൺ ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് 5 minutes നോളജ് കിട്ടാൻ പറയാൻ പറ്റും. നമ്മൾ ന്യൂസ് വായിച്ചു. എന്തിനാ ന്യൂസ് വായിക്കണേ? നമ്മൾ ഈ നോളജ് കിട്ടാൻ. പക്ഷെ ഈ സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ എന്താ ചെയ്യാ? അവരിതിനെ കുറിച്ചൊക്കെ നല്ലോണം സംസാരിക്കൂലേ? സ്കില്ല് given a topic you can speak about it. ഏത് ടോപ്പിക് ആയാലും. അപ്പൊ എന്തറിയണം? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപറ്റ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ അതിനർത്ഥം? അങ്ങനെ ഒരു വാക്ക് നമുക്ക് കേട്ടിട്ട് അത് കിട്ടിയതായിരിക്കും. ഓക്കെ, ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ആളെ കൊട്ടുക പറയില്ല. ആളെ അവന്റെ പെരടിക്ക് കയറി കെട്ടുക, ചെണ്ട കൊട്ടുന്ന പരിപാടി.
ട്രംപറ്റ് എന്ന് പറയാം. ഓ ഓക്കെ, വെറുതെ ലഹളി ഉണ്ടാക്കുന്ന ട്രംപറ്റ്, സാധാരണ കൊട്ടുന്ന ഡ്രം പോലൊന്നും അല്ല, വെറുതെ ചറപറ കൊട്ടുന്നതന്നെ പറയാം. ഇപ്പൊ എന്നോടൊരു ടോക്ക് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ പറയാം. ട്രംപിന് വെറുതെ ഒന്നല്ല, പണ്ടേ മനുഷ്യന്മാര് ട്രംപറ്റ് എന്ന് പേരിട്ട പോലെയാണ് ഇപ്പൊ ട്രംപ് വർത്താനം പറയുന്നത്. എങ്ങനെ ഇരിക്കും അത്? നമ്മളിവര് പ്രഭാഷണം നടത്തുമ്പോ അങ്ങനെ പറഞ്ഞു തന്നിരിക്കും, വല്ലാതെ ഇമ്പാക്ട് ഉണ്ടാവും. മനസ്സിലായി. അതാണ് സ്കില്ല്. മനസ്സിലായോ? വാക്കുകള് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക, അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലായി. അതുപോലെ ഓരോ സംഭവം, ഇപ്പൊ AI കുറിച്ച് സംസാരിക്കണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ AI എപ്പോൾ തുടങ്ങി, എത്ര തരത്തിലുള്ള AIയുടെ മിഷൻസ് ഉണ്ട്, ഒരു 10 ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് അതിലെങ്ങനെ നമുക്ക് പ്രഭാഷണം നടത്താം, ഒരു 5 മിനിറ്റ് എങ്ങനെ സംസാരിക്കാം, പ്രിപ്പയർ ഇറ്റ് ആൻഡ് ഡു എവരിഡേ. സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തിട്ട് ഓരോ ടോപ്പിക് എടുക്കാം. ഒരാഴ്ചയിൽ ഒരു ടോപ്പിക് ചെയ്താൽ മതി. ഒരാഴ്ചയിൽ ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. ഇന്നത്തെ വിഷയം അത് ടെക്നിക്കൽ ആവാം, ബിസിനസ് ആവാം, പൊളിറ്റിക്സ് ആവാം, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആവാം. ഇപ്പം ആന്ധ്രാപ്രദേശിലെ അഗ്രികൾച്ചർ, അപ്പൊ നമ്മൾ പറയും ആന്ധ്രാപ്രദേശ് വളരെ ഫേമസ് ആണ്. എന്ത് അഗ്രികൾച്ചർ ഏറ്റവും കൂടുതൽ? നെല്ലും അരിയും. റൈസാണ്, അത് BM എന്നാ പറയാ. പലർക്കും അറിയില്ലല്ലോ, നമുക്കല്ലേ അറിയുള്ളൂ. കേരളത്തിലുള്ള ആർക്കെങ്കിലും BM എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അത് നമ്മൾ പറയുമ്പോൾ, മലയാളികൾ നമ്മൾ പറയുമ്പോൾ കേരളത്തിലേക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ് അരിയെക്കുറിച്ച്. നമ്മൾ അങ്ങനെ പറയാം, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഏത് ഭാഷ വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം നെല്ലൂരാണ്. ഓക്കെ, ഞാൻ ഇന്ന് എനിക്ക് എന്താ വൈകുന്നേരം കുടിക്കാൻ വേണ്ടത് വെച്ചാൽ എനിക്ക് ലെമൺ ടീ വേണം. ഒരു കുക്കുണ്ട്, ഇപ്പൊ കുക്കിനോട് പറഞ്ഞു എനിക്ക് ലെമൺ ടീ വേണം. അപ്പൊ എന്റെ കൂടെ കേരളത്തിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ലെമൺ ടീ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. ഒന്നും അറിയില്ല. ഞാൻ താമസിക്കുന്ന നെല്ലൂരിൽ ഏറ്റവും നല്ല കൃഷി ഏതാണെന്നറിയോ? ലെമണാണ്. മനസ്സിലായോ? അപ്പൊ എനിക്കത് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അവരെ അത് അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇഫ് നമ്മൾ ലോകത്തിൽ എവിടെയെങ്കിലും ലെമൺ ടീ കുടിക്കേണ്ടത് നെല്ലൂര് വെച്ച് കുടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചാൽ അതെന്താന്ന് വെച്ചാൽ ലെമൺ ഉണ്ടാക്കുന്ന സ്ഥലമാണ് നെല്ലൂർ. അടുത്ത എൻ്റെ വാക്ക് എന്തായിരുന്നു അറിയാം? ഞാൻ അതിനിടെ ഒരു ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അച്ഛന്, വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് ജോബ് എന്ന് ചോദിച്ചു. അഗ്രികൾച്ചർ. എത്ര സ്ഥലമുണ്ട്? 4 acres. എന്താണ് എങ്ങനെ കുങ്കുമം ഉണ്ടാക്കാം? റെഡ് കുങ്കുമൊക്കെ അതെങ്ങനെ ഉണ്ടാക്കണം? ഈ ലെമണും കുങ്കുമം എന്ന ബന്ധം ബന്ധമില്ലേ? കുങ്കുമം വലിയ ബന്ധമുണ്ട്. ഇപ്പോഴോ? ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇപ്പൊ ഗൂഗിൾ ചെയ്ത് ഹൗ കുങ്കുമം ഇസ് മെയ്ഡ്. വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് കുങ്കുമം എന്നടിച്ചോ. റെഡ് കുങ്കുമം. കുങ്കുമം എന്നടിച്ചാലും മതി, കുങ്കുമം എന്നടിച്ചാലും വരും. ഗൂഗിളെല്ലാം മലയാളക്കാരെ. Mixing the turmeric powder with the alkaline substance like scalpel lime. Mixing the turmeric powder with the alkaline substance like scalpel lime. അപ്പൊ കുങ്കുമം എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിച്ച സാഫ്രോൺ ആണെന്ന്. ടർമറിക് പൗഡറും പിന്നെ ആൽക്കലൈൻ സബ്സ്റ്റൻസ്. ബേസ് ലെമൺ, ടർമറിക് പൗഡറും പിന്നെ ആൽക്കലൈൻ സബ്സ്റ്റൻസ്. എന്താ ആൽക്കലൈൻ സബ്സ്റ്റൻസ്? ബേസ് നോക്ക്, ലെമൺ, ടർമറിക്കും ലൈമും. മനസ്സിലാവുണ്ടോ? അപ്പൊ എങ്ങനെ കുങ്കുമം ഉണ്ടാക്ക? കുറച്ച് ടർമറിക് പൗഡർ എടുക്കുക,
അത് അതിനകത്ത് ഈ കുറച്ച് ടർമറിക്കിൽ സോപ്പ് ആക്കുമ്പോ റെഡ് ആണ പോലെ എന്നിട്ട് വെയിലത്തിട്ട് അത് റെഡ് കളറാവും. ആൽക്കലൈൻ. അത് ഈ ടർമറിക്കിൽ സോപ്പ് ആക്കുമ്പോ റെഡ് ആണ പോലെ അതെ, ആ സോപ്പിനകത്തും എന്തുണ്ട്? ആൽക്കലൈൻ. ആൽക്കലൈൻ. സോപ്പിൽ പിന്നെയും കുറെ കെമിസ്ട്രി ഉണ്ടാവും. അപ്പൊ പൊട്ടൊക്കെ തൊടുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ റിയാക്ഷൻ വരും. അപ്പൊ നമുക്ക് വീട്ടിൽ കുങ്കുമം ഉണ്ടാക്കാന്ന് പലർക്കും അറിയില്ലല്ലോ അത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ കുട്ടിക്കും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മഞ്ഞളും ഉണ്ട്, ടർമറിക്കും ഉണ്ട്, ലെമണും ഉണ്ട്, എന്നിട്ട് കുങ്കുമം പുറത്തുനിന്ന് മേടിക്കുക. എന്ത് പണ്ടത്തരാന്ന് ആലോചിച്ചു. യു അണ്ടർസ്റ്റുഡ്? നമുക്ക് ഓരോ സംഭവം നോക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറി കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് എത്ര എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ എനിക്കില്ല. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുമ്പോൾ. ഓക്കെ, കേരളത്തിലൊക്കെ അതാണ് ഞാൻ ഇപ്പം ഇന്ന് വന്നൊരു ചോദ്യം, ഞാൻ ഇന്നോ ഇന്നലെയൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. ഇങ്ങനെ കുറേ പ്രശ്നം വരും, റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അതിനെ മാനേജ് ചെയ്യണം. ഈ അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേണം വേണം അതിനെ മാനേജ് ചെയ്യണം. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്താ അറിയണം? ഓരോ കോഴ്സുകൾ എവിടെയാണുള്ളത് വേണോ വേണ്ടയോ? അപ്പൊ നമ്മളിപ്പം ഒരു BBA കഴിഞ്ഞാൽ എവിടെയൊക്കെ പഠിക്കാം? മോളെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാം. ഏതൊക്കെ എക്സാംസ് എഴുതാം? ഇപ്പൊ ആവശ്യമുള്ള കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ആ ആവശ്യമുള്ള കാര്യം കംപ്ലീറ്റ് ഒരു ലെക്ചർ കൊടുക്കുന്നത് പോലെ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? സ്വന്തം അത്യാവശ്യമായിട്ട് പഠിക്കുന്ന കാര്യമൊക്കെ പഠിച്ചു, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഓക്കെ, വേറൊന്നും കേട്ടോ. നമസ്കാരം, ഞാൻ മുഹമ്മദ് പട്ടാമ്പി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ത്യാഗേനൈക അമൃത തത്വമാനശു വാക്യമിതം കൈവല്യോപനിഷതി. ഇതിന്റെ ചോദ്യം മനസ്സിലായി. കേക്കണ്ട? മനസ്സിലുണ്ടോ ചോദ്യം? ചോദ്യം മനസ്സിലായി. അമൃതത്വമാനശു വാക്യമിതം കൈവല്യോപനിഷത്തില് ഉള്ളതാണ് എന്നും മനസ്സിലായി. ഈ ചോദ്യത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞത്. എത്ര പേര് ചോദ്യം ചോദിക്കുന്നുണ്ട്? ഇവരൊക്കെ വേദം പഠിക്കുന്നവരാ. ആരാ പഠിക്കണേ? മനസ്സിലായി. മുഹമ്മദും ഹസീനിയും ഫാത്തിമയൊക്കെയാണ്. ഇപ്പൊ കേരളത്തിലെ മാറ്റം മനസ്സിലായ? ഇതൊക്കെ പഠിക്കാണ്ടെന്ന് ആലോചിക്കുക അല്ലേ? ഓരോ സംഭവം നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാവാം, ഭാരതത്തിന്റെ പൈതൃകം. ഭാരതത്തിന്റെ പൈതൃകം വേദം. ഇപ്പൊ വേദം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വേദങ്ങളാണ്? അതിലെന്തൊക്കെ? ഇപ്പൊ ഉപനിഷത്ത് കേട്ടിട്ടുണ്ട്. എത്ര ഉപനിഷത്തുകളുണ്ട്? തപ്പി കണ്ടുപിടിക്കും. എന്തൊക്കെയാ ഉപനിഷത്തുകളുടെ പേര്? ഓക്കെ, 5 മിനിറ്റ് അതിനെ കുറിച്ചൊരു പ്രഭാഷണം. കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് വല്ലാതെ അറിയില്ല. അങ്ങനെ ഓരോ വിഷയം. ഓക്കെ, ആയുർവേദം, അത് വേദമാണ്. വേദങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ? വേദം, ഉപനിഷത്ത് കേട്ടിട്ടില്ലേ? അപ്പൊ ഈ ഗീത, മഹാഭാരതം അതേപോലത്തെ അതിലൊരു ഉപവേദമാണ്. അതിന്റെ ഒരു സബ് ടൈറ്റിൽ പോലെ വരുന്ന ഒരു ഭാഗമാണ് ആയുർവേദം. മനസ്സിലായോ? ഗീത, മഹാഭാരതം അതേപോലത്തെയാണോ? അതേപോലെ. അത് വേദങ്ങളല്ല. ഗീതയും മഹാഭാരതവും ഒന്നും വേദമല്ല. അതിന് ഇതിഹാസ പുരാണം എന്നാ പറയാ. ഇതിഹാസം എന്ന് പറഞ്ഞ അർത്ഥം, ഇപ്പൊ ഞാനിപ്പോ ജീവിച്ചിരിക്കുമ്പം ഞാനും മോളും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാനൊരു കഥയായിട്ട് എഴുതിയാല് ഞാനും അതിലൊരു പാർട്ടാണ്, മോളും അതിന് പാർട്ടാണ്. ഞാൻ എഴുതുന്ന ആള് പാർട്ടാകുമ്പോൾ അത് ഇതിഹാസം എന്നാണ്. ഇങ്ങനെയാണ് അത് സംഭവിച്ചത് ഞാൻ തന്നെ പറയാണ്.
ആ പുരാണം എന്ന് പറഞ്ഞ അർത്ഥം, ഞാനിപ്പം ആന്ധ്രാപ്രദേശിൽ നടന്ന ഏതോ ഒരു സംഭവം, ഞാനതിന് ഭാഗമൊന്നുമല്ല, ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ട് ഞാൻ എഴുതിയാൽ അത് പുരാണമായി. അപ്പൊ പുരാണം ഞാൻ കേട്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ ഹിസ്റ്ററി ആരുടെയെങ്കിലും എഴുതുന്നുണ്ട്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥ എഴുതുമ്പോൾ അത് ഇതിഹാസമാണ്. മഹാഭാരതം ഇതിഹാസമാണ്. കാരണം മഹാഭാരതത്തിൽ കഥ എഴുതിയ വ്യാസനും അതിനകത്തൊരു പങ്കുണ്ട്. വ്യാസൻ കൃഷ്ണനെ കാണും, അല്ലെങ്കിൽ ധർമ്മപുത്രരെ കാണും ഒക്കെ അതിനകത്ത് വരും. രാമായണവും ഒരു പിന്നെ പക്ഷി അത് ആരാ എഴുതിട്ട്? വാത്മീകിയാണ്. അത് അയാൾ തന്നെ എഴുതുന്ന കഥ. നമ്മള് ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും പറയാറില്ലേ? ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഓട്ടോബയോഗ്രഫി പോലെ, ബയോഗ്രഫിയാണ് ആരെ പറ്റി. അപ്പൊ പുരാണവും ഇതിഹാസവും വ്യത്യാസം മനസ്സിലായില്ലേ? ഭഗവത്ഗീത എന്ന് പറയുന്നത് ഇതിഹാസത്തിലെ ഒരു ചാപ്റ്ററില് കൃഷ്ണൻ അർജുനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവര് തമ്മിലുള്ള സംവാദമാണ്. അപ്പൊ ഡോക്ടർ TPS ഭഗവത്ഗീത ഞാൻ BG എന്നായിരുന്നു. ഭഗവത്ഗീത എന്നുള്ളത് ഗീത ഡോക്ടർ TPS ക്ലാസ് കേൾക്കാം. ഇംഗ്ലീഷിലും കേൾക്കാം, മലയാളത്തിലും കേൾക്കാം. ടിറ്റ് ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീത. ടിറ്റ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നുറുങ്ങുകൾ അതുണ്ട്. ആ ടിറ്റ് ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീതയില് ചില ശ്ലോകങ്ങൾ എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു ഭഗവത്ഗീത, ഡോക്ടർ TPS. അപ്പൊ അങ്ങനെ കുറച്ച് കേൾക്കുമ്പോൾ നാളെ മൂക്കും പറയാൻ പറ്റും ഇൻട്രൊഡക്ഷൻ ടു ഭഗവത്ഗീത. എന്തുകൊണ്ടാണ് ഈ ഇത് പറയണമെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് എഴുതപ്പെട്ടിട്ടുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കാതെ അത് നമ്മുടെ ഒരു അല്ല, ഞാൻ ഇന്ന് ചോദിക്കാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് അല്ല. അപ്പം ഈ ഇന്ത്യക്കാരൊക്കെ വെസ്റ്റേണേഴ്സിനെ കണ്ടിട്ടാണല്ലോ ഫുള്ള് പഠിക്കണത്. ഇപ്പൊ ഡ്രസ്സിംഗ് ആണെങ്കിലും ഏത് ക്വസ്റ്റ്യൻസിൽ റിലേറ്റഡ് ആണെന്ന് വെച്ചാല്, അല്ല ഞാൻ ഇന്ന് ചോദിക്കാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് അല്ല. ഇന്ത്യക്കാരൊക്കെ വെസ്റ്റേണേഴ്സിനെ കണ്ടിട്ടാണല്ലോ ഫുള്ള് പഠിക്കണത്. ഡ്രസ്സിംഗ് ആണെങ്കിലും അല്ലേ? അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ് ഏതാ? ലേഡീസ് ഉപയോഗിക്കുന്ന ഏറ്റവും വെസ്റ്റേണേഴ്സിന്റെ ആണോ ഇന്ത്യയുടെ ആണോ? ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ് ഏതാ? എന്റെ മിക്കവാറും പ്രോഗ്രാമുകളിലൊക്കെ അതെ, അത് ഇന്ത്യയുടെ അല്ലേ? ഇന്ത്യയുടെ മാത്രമല്ല, പാകിസ്ഥാനിലും ഉണ്ടാവും, അഫ്ഗാനിസ്ഥാനിലും ഉണ്ടാവും, ബംഗ്ലാദേശിലും ഉണ്ടാവും. ഒരു കാലത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും മിയാൻമാറും ചൈനയുടെ ബോർഡർ കഴിഞ്ഞ് മംഗോളിയ വരെ, താഴത്ത് ഓസ്ട്രേലിയ വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന യൂറേഷ്യൻ പ്ലേറ്റ് ഇതുണ്ട്, യൂറോപ്പും ഏഷ്യയും കൂടിയിട്ടുള്ള ഒരു പ്ലേറ്റ്. അതിന് താഴത്തുള്ള പ്ലേറ്റുകൾ കംപ്ലീറ്റ് ഇന്ത്യൻ പ്ലേറ്റ് എന്നാ പറയാ. ഓസ്ട്രേലിയ വരെ. ഓക്കെ, വിജയനഗര സാമ്രാജ്യം. ഞാൻ പറഞ്ഞെന്തറിയോ, അപ്പൊ നോർമലി എല്ലാ യങ്സ്റ്റേഴ്സും വെസ്റ്റേൺസിനെ കണ്ടിട്ടല്ല പഠിക്കണത്. അപ്പൊ പോകെ പോകെ കുറെ കാലം കഴിയുമ്പോ നമ്മളെ ഇന്ത്യൻ കൾച്ചർ ഇല്ലാതാവൂലേ? സൗത്തിൽ അങ്ങ് താഴത്തോരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞെന്തറിയോ, അപ്പൊ നോർമലി എല്ലാ യങ്സ്റ്റേഴ്സും വെസ്റ്റേൺസിനെ കണ്ടിട്ടല്ല പഠിക്കണത്. അപ്പൊ പോകെ പോകെ കുറെ കാലം കഴിയുമ്പോ നമ്മളെ ഇന്ത്യൻ കൾച്ചർ ഇല്ലാതാവും. അതിനെക്കാളും കൂടുതൽ ഇന്ത്യയിലെ ആൾക്കാരെ കൾച്ചറാണ് ഇപ്പം അമേരിക്കക്കാർ ഫോളോ ചെയ്യുന്നത്. പിന്നല്ലാണ്ട് നമ്മുടെ UK കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ശ്രീനാരായണ ഗുരു ആയിരുന്നു, കേരളത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ സർവമത സമ്മേളനത്തിന്റെ 100ാമത്തെ വാർഷികം. അത് ഒന്ന് നടന്നത് വത്തിക്കാനിലാണ്. വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യൻസിന്റെ പോപ്പിരിക്കുന്ന സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്നറിയോ നമുക്ക്? വത്തിക്കാൻ സിറ്റിയാണ്. കാരണം ആ സിറ്റി അയാളുടെ രാജ്യമാണ്.
പോപ്പിരിക്കുന്ന സ്ഥലമുള്ള ചെറിയ സ്ഥലം ഉണ്ടല്ലോ, അതൊരു രാജ്യമാണ്. രാജ്യം. വത്തിക്കാൻ സിറ്റി ഗൂഗിളിലൊക്കെ നോക്കി ആ പഠിക്കണം. അവിടെയാണ് ആദ്യത്തെ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരുവിന്റെ, കേരളത്തിലുള്ള ചെറിയ സ്ഥലത്തെ ശ്രീനാരായണ ഗുരുവിന്റെ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം തുടങ്ങിയത് അവിടെയാണ്. രണ്ടാമത് ഡൽഹിയിൽ ഞാനാ നടത്തിയത്. ആ മൂന്നാമത് നടത്തത് UK യിലാണ്. അതിൻ്റെയും എനിക്ക് ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ല, അത് മാത്രം. അങ്ങനെ ആ ആ ഒരു കമ്മിറ്റി, മനസ്സിലായി. ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ പഠിപ്പിക്കുന്ന കമ്മിറ്റി ഉം. അവിടുത്തെ ഒരു പള്ളി മേടിച്ചിട്ട് ആ പള്ളിയിലാണ് നടത്തുന്ന പരിപാടി. ക്രിസ്ത്യൻ പള്ളി മേടിച്ചിരിക്കുന്നവര്, അങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? അല്ല. മാതാമൃതാനന്ദമയി 198 കൺട്രീസിലുണ്ട് അവരുടെ ആശ്രമങ്ങൾ. ഇപ്പം നമ്മുടെ ധാരണ ഇല്ലാന്ന്, അവരുപയോഗിക്കുന്ന സാരിയല്ല ഉപയോഗിച്ചിട്ടല്ല എല്ലായിടത്തും പോണേ. മാതാമൃതാനന്ദമയി പാന്റ് ഷർട്ട് ഇട്ടാ പോവാ, അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ പല സ്ഥലത്തും വിചാരിക്കുന്നത് നമ്മളെ UK പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ത്യക്കാരനല്ലേ, മനസ്സിലാവുണ്ടോ? ഋഷി സിംഗ് എന്ന് പറയുന്ന ആള് ഇന്ത്യക്കാരൻ. ഓരോ സ്ഥലത്തും ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചു വരും. നശിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം. ലോകം ആകെ മാറിയാലും ഞാൻ എൻ്റെ അമ്മേനെ മാറിയൊന്നുമില്ലല്ലോ, ഇല്ല. അതുപോലെ. അപ്പൊ നമ്മുടെ എന്താ? പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഓരോ സങ്കല്പങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ കടമ. കുറെ ആൾ മാറിക്കോട്ടെ. നല്ലൊരു ശ്ലോകമുണ്ട്, എന്തറിയാം? ഓരോ വിദേശമരും വണികീശരത്ര പോയരോ കടന്നിവിടെയുള്ള ധനം കവർന്നും. കുറേ കച്ചവടക്കാർ വന്നിട്ടുണ്ട്, കുറേ കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. വണികീശർ എന്ന് പറഞ്ഞാല് കച്ചവടക്കാരാണ്. ഓരോ വിദേശത്തുനിന്നും അമരുന്നവര്, അവിടെയുള്ളവര് കടന്ന് ഇവിടെ വന്ന് ധനം കുറെ കവർന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതുവരെ നമ്മുടെ കാശ് കുറഞ്ഞു പോയിട്ടുണ്ടോ ഇന്ത്യക്ക്? ഇല്ല. എന്താ കാരണം എന്നറിയാം? അതിന് കവി പറഞ്ഞൊരു എക്സാമ്പിൾ എന്നറിയാം? സൂര്യോഗ്രരശ്മികൾ ആഴിയോടെ എന്തെടുക്കാൻ. കടലിൽ നിന്ന് എല്ലാ ദിവസവും സൂര്യരശ്മി കൊണ്ട് വെള്ളം ആവിയായിട്ട് മുകളിലോട്ട് പോകല. എന്നിട്ട് കടലിന്റെ താഴ്ച വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ ആവിയായിട്ട് പോയാൽ എന്താ പറ്റുക? കുറച്ച് കഴിയുമ്പോൾ മഴയായിട്ട് വരും. അതുപോലെ ഇവിടുന്ന് കുറേ പേര് അമേരിക്കയിൽ പോണ്ട്, ലണ്ടനിൽ പോണ്ട്, എല്ലായിടത്തും പോണ്ട്. ഗൾഫിൽ എത്രയോ മലയാളികള്. ഗൾഫില് ദുബായിൽ പോയാല് അവിടുത്തെ പഴയ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഷെയ്ക്ക് ഇപ്പോഴും അവര് ധറംസ് ഒന്നും പറയില്ല, ഉറുപ്പിയാന്ന് തന്നെ പറയാം. മനസ്സിലാവുണ്ടോ? 1970 വരെ അവരുടെ പോസ്റ്റ് ഓഫീസ് ബോംബെയിലായിരുന്നു. ആ, ഇവിടുന്ന് കത്ത് വന്നാൽ ബോംബെയിൽ വന്ന് ബോംബെന്ന് വേണം ദുബായിക്ക് പോകാൻ. ഇതായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ അവിടെ എല്ലാരും ധറംസ് ആയാലും അതിന് ഉറുപ്പിയാന്ന് തന്നെ പറയാം. കാരണം അതിന് മുമ്പ് ഉറുപ്പിയായിരുന്നു അവർക്കുണ്ടായിരുന്നു, നമ്മുടെ രൂപയായിരുന്നു. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ലോകത്തിലെ കുറേ രാജ്യങ്ങളെ നമ്മൾ സർവ് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത കാലത്ത് റോമില്, അയാള് ഇന്ത്യൻ സ്കൂൾ നടത്തുന്നു. ഇപ്പൊ ഗൾഫിൽ എല്ലാ സ്ഥലത്തും ഞാൻ ഇന്ത്യൻ സ്കൂളിൽ പോയി. റോമ എന്ന് പറയുന്ന റോമിലൊരു സ്ഥലമാണ്. അവിടുത്തെ റോം എന്ന് പറയുന്ന സിറ്റി കോളേജ് ഓഫ് റോം, അതിൽ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ട് അവിടുത്തെ ഡീനാക്കിയിട്ട്. അത് ഇന്ത്യക്കാരനാണ് നടത്തുന്നത്, അല്ല അവിടുത്തെ നാട്ടുകാരൻ. ഇപ്പൊ ഞാനിപ്പം റാസൽ ഖൈമ, ഇപ്പൊ അവിടെ ഒരു 10 ഇന്ത്യൻസ് ഉണ്ടാവും, ബാക്കി അഫ്ഗാനിസ്ഥാനി ഉണ്ടാവും, പാകിസ്ഥാനി ഉണ്ടാവും, ബംഗ്ലാദേശ് ഉണ്ടാവും, കുറെ അവിടുത്തെ നാട്ടുകാരുണ്ടാവും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂൾസ് നടത്തുന്ന ഇന്ത്യക്കാരൻ പുറത്ത് വെളിയിൽ.
ഒരാൾ എനിക്കറിയാം ആഫ്രിക്കയിൽ പോയി ഇവിടുത്തെ കഴിഞ്ഞാൽ ഒരാളെ. ഏറ്റവും കൂടുതൽ സ്വർണ്ണഖനികൾ ഇന്ത്യക്കാർക്കാണ്. ഉം. മനസ്സിലാണോ? അത് എത്രയോ ആന്ധ്രക്കാര് ഉം. സൗത്ത് ആഫ്രിക്കയിലൊക്കെ വലിയ വലിയ കച്ചവടക്കാരായിരുന്നു. നിങ്ങള് വർക്ക് ഒരാൾ എനിക്കറിയാം. കുറേ പേരുണ്ട്, കുറേ പേരുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കോളേജിന്റെ ഓണർക്ക് ആഫ്രിക്കയിൽ ഖനിയുണ്ട്, ടാൻസാനിയയിൽ. മനസ്സിലാണോ? ഇപ്പൊ ഞാൻ ഡോക്ടർ TPS അടിച്ചു നോക്കുന്നത്, ഫിലിപ്പീൻസിൽ എൻ്റെ ക്ലാസ് കാണാം, ആഫ്രിക്കയിൽ എൻ്റെ ക്ലാസ് കാണാം. ഇന്നിപ്പം എനിക്ക് അയച്ചിരിക്കുന്നൊരു രാമായണം ഡോക്ടർ TPS അടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ കോളേജ് ഏതാണ്? ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ അവിടുത്തെ നാട്ടുകാരാണ്. ഡോക്ടർ TPSന്റെ യൂണിവേഴ്സിറ്റി ഏതാണ്? എന്നാലും അവർക്കൊക്കെ കുറെ താല്പര്യമുള്ളവരാണ്. വീഡിയോയില് കണ്ടിരുന്നു. സാറിന്റെ കോളേജ് ഏതാണ്? ഡോക്ടർ TPS എൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. ഡോക്ടർ TPSന്റെ യൂണിവേഴ്സിറ്റി ഏതാണ്? ആദിശങ്കര യൂണിവേഴ്സിറ്റി, പറയണം. നെല്ലൂർ, വീഡിയോയില് കണ്ടിരുന്നു. നെല്ലൂർ ഗൂഡൂരാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഓരോ വിഷയങ്ങളെ കുറിച്ചും ഇപ്പം എത്ര വിഷയങ്ങൾ ഞാൻ സംസാരിച്ചു എന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ പറയണ്ടേ നാളെ? അപ്പൊ നല്ലപോലെ വായിക്കണം. നല്ലപോലെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ നോളജ് ഉണ്ട്. ശരിയാണ്. ഓക്കെ. ആ നോളജുകൾ എന്ന് പറയുന്നത് എത്രയായാലും നമുക്ക് കിട്ടൂല. വേറെ ഒരു ലക്ഷ്യമില്ല, വേറെ എന്ത് കാശ് കൊടുത്താലും കിട്ടാത്ത സാധനം. ഞാൻ ചോരഹാരി ഒരാൾക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. എന്റെ നോളജ് ആർക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റും? അതുപോലെ ഏറ്റവും കാശുള്ള ആളാണ് അയാൾ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മറന്നു അയാളെ കുറിച്ച്. ചോദിക്കട്ടെ, 300 കൊല്ലം മുമ്പുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? 100 കൊല്ലം മുമ്പുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുടെ പേര് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിൽ 100 കൊല്ലം മുമ്പ് ജനിച്ച മഹാന്മാരുടെ പേര് മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, ശങ്കരാചാര്യ, ടാഗോർ, വിവേകാനന്ദൻ. ഇവരൊക്കെ പണക്കാരായതുകൊണ്ടാണ് നമ്മൾ അറിയണത്. എന്തുകൊണ്ടാ അറിയണേ? റിച്ച് ഇൻ നോളജ്, റിച്ച് വിത്ത് സർവീസ്. ആ സർവീസ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല അറിവ് വേണം, അല്ലെങ്കിൽ ആരും ബഹുമാനിക്കില്ല. അതുള്ള ആളായിരുന്നു. അപ്പൊ നമ്മൾ എത്ര നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ മോൾ എൻ്റെ അടുത്ത് വരുമോ? എന്ത് ഭാഷയുടെ പറയാ? ഇംഗ്ലീഷ്. അങ്ങനെ കുറേ പേര് ഫിലിപ്പീൻസിൽ എന്തുകൊണ്ട് എനിക്ക് 700-ലധികം MBA സ്റ്റുഡൻസിന്റെ ക്ലാസ് ഉണ്ടാവും എനിക്ക് ചിലപ്പോൾ. ഞാൻ ഫിലിപ്പീൻസിലെ ആൾക്കാരെ MBA പഠിപ്പിക്കട്ടെ. ലീഡ് ഫിലിപ്പീൻസിനെ നയിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിൽ ഞാൻ മെമ്പറാണ്. ഇംഗ്ലീഷ്. ഫിലിപ്പീൻസിലെ ആൾക്കാരൊക്കെ UK പോയൊക്കെ പഠിക്കാം. ചെറിയ 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 ഐലൻഡ് രാജ്യങ്ങളാണ്. ഞാൻ പോയിട്ടില്ല ഇതുവരെ. ശ്രീലങ്ക, ഭൂട്ടാൻ, ടിബറ്റ്, ഓരോ സ്ഥലത്തും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. നല്ല പോലെ പഠിക്കാം. നീ നല്ല കുട്ടിയാണ്. എത്ര സ്ഥലത്താണ് ഞാൻ പറയാറുണ്ട്, കുട്ടിയാണ് ഭയങ്കര ഫേമസ്. ഇന്നും കൂടി ഞാൻ പറഞ്ഞു, എന്റെ വീഡിയോ കാണിച്ചു ഞാൻ SJM തന്നെ ആദ്യം കാണും. അസലായിട്ട് പറഞ്ഞിട്ടില്ലേ മോള്? എല്ലാവർക്കും അറിയാം. BBA കഴിഞ്ഞ കുട്ടിയോ, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുക, ഗ്രേറ്റ് എന്നൊക്കെ പറയാം. ഞാൻ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഐ എം പ്രൗഡ് ഓഫ്. നല്ലോണം പഠിക്കണം കേട്ടോ. എന്നിട്ട് അതും ഞാൻ പറയും, 10 ദിവസം അയച്ചു കൊടുത്തിട്ട് മറുപടി അയച്ചിട്ടില്ലെങ്കിലും ക്ഷമയോടുകൂടി ഇപ്പോഴും അയക്കുന്നുണ്ട്. അങ്ങനെ പലരും ചെയ്യാറില്ല. കുറേ ആൾക്കാരുണ്ട് എനിക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലൊക്കെ പഠിക്കുന്ന മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ വായിക്കുന്നുണ്ട് മോളുടെ. മറുപടി അയക്കാത്തതുകൊണ്ട് അറിയോ? ടു ടെസ്റ്റ് യു. ക്ഷമയുണ്ടോ?
കുറെ പേര് അങ്ങനെ അതിപ്പോ വിട്ടിട്ടുണ്ട്. എന്താ ഇപ്പൊ കോളേജ് തുടങ്ങി കുറച്ച് വർക്കൊക്കെ ആയപ്പോ എനിക്ക് പിന്നെ തോന്നുന്നു ടൈം ഉണ്ടാവില്ല, അങ്ങനെ തോന്നുന്നു. അപ്പൊ അപ്പൊ ചിലപ്പോൾ പിന്നെ കുറേ ചെയ്യാത്തത്. ദിവസം ചെയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അപ്പോഴാണ് ബിസിയാന്നൊക്കെ പറഞ്ഞത്. സോ ഐ നോ ദർ ഈസ് സംതിങ് വിച്ച് ഇസ് ദാറ്റ്. ഉം. ആ, ഓക്കെ, അപ്പൊ നല്ല പോലെ അത് പറ. അതിപ്പോ എന്താ ഇപ്പൊ കോളേജ് തുടങ്ങി കുറച്ച് വർക്കൊക്കെ ആയപ്പോ എനിക്ക് പിന്നെ തോന്നുന്നു ടൈം ഉണ്ടാവില്ല, അങ്ങനെ തോന്നുന്നു. അപ്പൊ പിന്നെ മീറ്റിംഗ്. ചെയ്യാത്തത്. ഞാനിപ്പോ ചോദിക്കട്ടെ, ഞാനിപ്പോ ഇന്ന് ചോദിച്ചു നാളെ 10 മണിക്ക് മതിയോ? നാളെ 10 മണിക്ക് ചിലപ്പോൾ ഞാൻ രാവിലെ 8 മണി മുതൽ മീറ്റിംഗ് തുടങ്ങിയാൽ ചിലപ്പോൾ 12 മണിക്ക് തീരും, എനിക്കറിയില്ല. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. താഴത്തൊരു 6 പേരുണ്ട്. ഇന്ന് വൈകുന്നേരം വരെ മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ മെസ്സേജിന് ഞാൻ ലേറ്റ് ആയിട്ട് മറുപടി അയച്ചത്. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നാളെ മീറ്റിംഗ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ 11 മണിക്ക് അവർ പോയി കഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ 4 മണിയിട്ട് ട്രെയിനിനായി പോകണം. അതിനിടയിൽ സമയം ഉണ്ടാകുന്ന വെച്ചിട്ട് നമ്മൾ സമയമില്ല എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഈസ് ഇറ്റ് ഓക്കെ നൗ ഞാൻ അടിച്ചപ്പോൾ കുട്ടനെ എസ് എന്ന് പറഞ്ഞില്ലേ, അതല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യായിരുന്നു? അതെ, അപ്പൊ ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലേ? അപ്പൊ നൗ എന്നുള്ളതിനാണ്. ഇതൊക്കെ ടെസ്റ്റാണ്, മനസ്സിലാണ്ടോ? ഇമ്മീഡിയറ്റ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ യു ആർ എ ഗുഡ് ഗേൾ. കാരണം ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ചെയ്താല് ഞാൻ ഇന്ന് തരുന്ന അസൈൻമെന്റ്സ് നാളെയും കൂടി ചെയ്യാലോ. പിന്നെ നാളെ ഞാൻ അസൈൻമെന്റ് തന്നാല് മറ്റന്നാളല്ലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും സമയം നഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഉമ്മാന്റെ പേര് ലുബീന. ആ എബിലിറ്റി ഒക്കെ നല്ല പോലെ ഉണ്ട് മോക്ക്. പിന്നെ ഉമ്മ എന്താ ഇപ്പൊ ചോദിക്കണം? അതിന്റെ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നാ പറയാ. എന്താ പറയാ? ഉമ്മയുടെ പേരെന്താണ്? ഉമ്മ പറയാൻ താങ്ക് യു പറയാന്. ഉമ്മാന്റെ പേര് ലുബീന. പ്രോംപ്റ്റ് എഞ്ചിനീയർ. അത് ചോദിക്കുന്നൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഈ നാടകത്തിൽ നമ്മള് ഡയലോഗ് മറന്നു പോയില്ലേ? അപ്പൊ കട്ടന്റെ ബാക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരും, കേട്ടിട്ടാണ് നമ്മൾ ഡയലോഗ് പറയുന്നത്. ഉമ്മ പറയാൻ താങ്ക് യു പറയാന്. ഉമ്മയോട് കാണാൻ പറഞ്ഞു. പോസ്റ്റില് യൂട്യൂബില് ഒരു മിനിറ്റ്. മേക്കപ്പ് ചെയ്യാണ്, പൗഡർ ഫ്രണ്ട്സോ? അറിയാം. എന്നെ അറബി വേഷത്ത് കണ്ടിട്ടുണ്ടോ? ആ കോസ്റ്റ്യൂം ആണോ അത്? യൂട്യൂബില്. ഞങ്ങള് നാടകമൊക്കെ അഭിനയിക്കും. ഞാൻ നാട്ടിലെത്തുന്ന സമയത്ത് കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് അല്ല എന്റെ കുട്ടികള്. അപ്പൊ അതിനകത്ത് ചില അവരുടെ ഉമ്മമാരും ഞങ്ങളെല്ലാരും കൂടി നാടകം അഭിനയിക്കും. ക്യാമ്പ് അന്ന് നാടകത്തിനിട്ട കോസ്റ്റ്യൂം. ഞാൻ ഡാൻസ് കളിക്കുന്ന അറബി എല്ലാ പരിപാടിയും നിർത്തി വെച്ചു. അതാണ് ഫസ്റ്റ് ചെയ്തത്. അറബി ഡ്രസ് ഇട്ടിട്ട് തമാശ കളിക്കുന്നുണ്ട്. അതെ അതെ. എന്ത് പറയണു? ഭാഗ്യം ചെയ്തു. 2 മക്കളുണ്ട്. ഇവിടെ താഴെ ഒരാളും കൂടി ഉണ്ട്. എല്ലാ പരിപാടിയും നിർത്തി വെച്ചു. അല്ല, നല്ലപോലെ പഠിക്കാൻ താല്പര്യമുണ്ട്. അതാ വേണ്ടത്. അതിൽ ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ കിടക്കാറുണ്ട്. ഫോൺ നിർത്തിയതുകൊണ്ട് ഇപ്പത്തെ പിള്ളേരൊക്കെ ഡോക്ടറിന്റെ ഫാമിലി ഇവിടെ അല്ലേ? 2 മക്കളുണ്ട്. ഇവിടെ താഴെ ഒരാളും കൂടി ഉണ്ട്. ഏത് ക്ലാസ്സിലാണ്? ഒരാള് നന്നായി മറ്റേ ലേറ്റ് ആയല്ലേ? ഈ സമയത്തൊന്നല്ലോ, 11:30 വീഡിയോസ് കാണാറുണ്ട്. ഞാനാണ് ആദ്യം കണ്ടത്. പിന്നെ ഇങ്ങനെ അവരോട് പറഞ്ഞിട്ടൊക്കെ വിളിക്കാനൊക്കെ പറഞ്ഞു. കുറെ കാണാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 മാസം, ഓഗസ്റ്റ് മുതൽ. ഇപ്പൊ ഇന്നാളെ അതെ, നമുക്ക് ഉറക്ക് വയ്ക്കണമെങ്കിൽ ഇവർക്ക് കൂട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ വീഡിയോസ് കാണും. പിന്നെ ഉറക്കൊക്കെ പോകും. അങ്ങനെയാണ് ആ ചിട്ട, അമ്മന്റെ ചിട്ടൊക്കെ അമ്മ അലക്കി അയല് വിരിക്കണൊക്കെ പറയുന്നുണ്ടല്ലോ. ആദ്യം കണ്ടത്
അതൊക്കെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ അമ്മ അമ്മല്ലേ പേരുണ്ട്. അമ്മ ജീവിച്ചിരിപ്പുണ്ടാവും. നമുക്ക് ഉറക്ക് ഒഴിക്കണമെങ്കിൽ ഇവർക്ക് കൂട്ടിരിക്കണമെങ്കിൽ വീഡിയോസ് കാണും. പിന്നെ ഉറക്കൊക്കെ പോകും. അങ്ങനെയാണ് ആ ചിട്ട, അമ്മന്റെ ചിട്ടൊക്കെ അമ്മ അലക്കി അയല് വിരിക്കണൊക്കെ പറയുന്നുണ്ടല്ലോ. ശരി, അതൊക്കെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. അത് കാണാറുണ്ട് മിക്കവാറും, അതുകൊണ്ട് ഞാൻ മോളിൽ ചോദിച്ചു. അമ്മല്ലേ അമ്മ ജീവിച്ചിരിപ്പുണ്ടാവും. എന്റെയോ? അമ്മയൊക്കെ പണ്ടേ മരിച്ചു. അമ്മയൊക്കെ മരിച്ചു കുറെ കാലം. ശരി. അപ്പൊ നല്ലോണം എഴുതി ഒരു 10 സബ്ജക്റ്റ് എടുക്കുക, എഴുതാം. അതുപോലെ ഒരു ബുക്ക് ഉണ്ട്, മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണ് ബുക്കിന്റെ പേര്. അപ്പൊ അതിനകത്ത് നമ്മുടെ കുറെ വിഷയങ്ങൾ, ബിസിനസ്സുകാരിൽ 10 ബിസിനസ്സുകാരുടെ പേര് എഴുതാം, സയന്റിസ്റ്റുകളിൽ 10 സയന്റിസ്റ്റുകളുടെ പേര് എഴുതാം. അപ്പൊ ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നു, ടാഗോറിന്റെ വീട് മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിന്റെ ഓരോ മുറിയും ഓരോ രാജ്യമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർ കാശ് കൊടുക്കുക ട്രസ്റ്റിന്. ജപ്പാൻ മുറിയുണ്ട്, അമേരിക്കൻ മുറിയുണ്ട് അവിടെ. പക്ഷെ ആ മുറിയിൽ കംപ്ലീറ്റ് സാധനം ടാഗോർ ജപ്പാനിൽ പോയപ്പെടുത്തിട്ടുള്ള ചിത്രം മാത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജപ്പാനിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റ് മാത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അയാൾ ആ സൂക്ഷിച്ചു വെക്കുന്ന ആരുടെ കടമയാണ്? ഇന്ത്യയുടെ കടമയല്ല, ജപ്പാൻകാർക്കൊരു പ്രസ്റ്റീജാണ്. അതുകൊണ്ട് ആ മുറിയുടെ കംപ്ലീറ്റ് ചെലവ് ഇപ്പോഴും കൊടുക്കുന്നത് ജപ്പാൻകാർ, ഒരു മുറിയുടെ കൊടുക്കുന്ന അമേരിക്കക്കാർ. അങ്ങനെ കുറേ രാജ്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്, കാശ് കൊടുത്തിട്ടാണ് ആ മ്യൂസിയം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ്. ഇതൊന്നും ലോകത്ത് വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ടാഗോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ വായിക്കുക. അങ്ങനെ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഈ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ചരിത്രം പഠിക്കണം. കലാമിന്റെ ബർത്ത്ഡേ യുണൈറ്റഡ് നേഷൻ സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്ന ചിൽഡ്രൻസ് ഡേ, ആ വരുന്ന ദിവസം ആരുടെ ബർത്ത്ഡേ ആണ്, അതിനെക്കുറിച്ചൊരു ഒരു ടോക്ക് ഉണ്ടാക്കി അത് പറയാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസം വരുമ്പോൾ നമ്മൾ പറഞ്ഞാല് ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയെ കുറിച്ച് പ്രഭാഷണം നടത്താൻ പഠിച്ചാല് മഹാത്മാഗാന്ധി പഠിച്ചു കഴിഞ്ഞു. വെറുതെ പറയാൻ മാത്രല്ല, മനസ്സിലാക്കണം. എവിടെ എപ്പ ചോദിച്ചാലും ഉത്തരം പറയുന്നത്. അങ്ങനെ 54 ആഴ്ചകളുണ്ട് കൊല്ലം. ഇപ്പം ഈ സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, അതൊക്കെ ഇതിന്റെ ഡിഫറൻസ് എനിക്കറിയില്ല. അപ്പം അതൊക്കെ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യലാണോ അല്ല പിന്നെ? അങ്ങനെയൊക്കെയാണ് പഠിക്കുക. മനസ്സിലായി. ഓക്കെ. ഇനി ഇപ്പം ഈ സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, അതൊക്കെ ഇതിന്റെ ഡിഫറൻസ് എനിക്കറിയില്ല. അപ്പം അതൊക്കെ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യലാണോ? സാധാരണഗതിയിൽ മാസ്റ്റേഴ്സിനൊന്നും എബ്രോഡിൽ ആരും സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഒന്നും കൊടുക്കില്ല. ഓക്കെ. ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, ഫെലോ എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആകുമ്പോൾ കൊടുക്കുന്നതാണ്. ഓക്കെ. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. ഇപ്പൊ പരീക്ഷ എഴുതി, ഇപ്പം എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും പരീക്ഷ എഴുതിപ്പിക്കും. ഇപ്പം അത് VIT ആയാലും KL യൂണിവേഴ്സിറ്റി ആയാലും ഏത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പരീക്ഷ എഴുതിപ്പിച്ചിട്ട് ഇയാള് നല്ല ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒറിജിനൽ ഫീസ് 3 ലക്ഷം, ഇയാൾക്ക് 80% അധികം കിട്ടുകൊണ്ട് 1 ലക്ഷം തന്നാണെന്ന് പറയും. ഇതൊക്കെ തട്ടിപ്പാണ്. അങ്ങനെയല്ല ആളെ പിടിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും കേട്ടോ, വീട്ടിൽ പറയും 3 ലക്ഷം ഉള്ളത് എനിക്ക് 2 ലക്ഷം കുറച്ച് കിട്ടി, ഞാൻ ഭയങ്കര മെറിറ്റുള്ള ആളാണ്. നമ്മൾ എന്തായാലും ചേരുമല്ലോ അവിടെ. ശരിക്കും 1 ലക്ഷം റുപ്യ ഉണ്ടാവില്ല ഫീസ്, 50,000 റുപ്യ. അപ്പൊ ഇങ്ങനെ പറ്റിക്കുന്ന പരിപാടിയാണ് സ്കോളർഷിപ്പ്. അപ്പൊ അമേരിക്കക്കാരൊക്കെ എന്താ ചെയ്യാ? അമേരിക്ക ഫുൾ ബിസിനസ് ആണ് എഡ്യൂക്കേഷൻ. UK ആയാലും അവരെന്ത് ചെയ്യും? IELTS ഇംഗ്ലീഷ് മാർക്ക് ഉണ്ടോ, GRE മാർക്ക് ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് അവര് ഏറ്റവും നല്ല മെറിറ്റുള്ളവരെടുക്കും. ഇപ്പൊ ഇന്ത്യയിൽ IIT കിട്ടാത്തവർക്കും അമേരിക്കയിൽ ഏറ്റവും നല്ല കോളേജ് കിട്ടും. ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം കുറേ പേര് ഇവിടെ അപ്ലൈ ചെയ്യും.
അവിടെ കാശുള്ളവരല്ലേ അപ്ലൈ ചെയ്യും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ MIT പഠിക്കണമെങ്കിൽ 3 കോടി റുപ്യ വേണം. ഓക്കെ, ഏറ്റവും മെറിറ്റുള്ള ഒരു കുട്ടിയാണ് വിചാരിക്കും, ഫുൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ആൾ ഫ്രീ ആയിട്ടായിരിക്കും, ഇയാൾ 3 കോടി കൊടുത്തവരുണ്ടാവും. അപ്പം നല്ലപോലെ പഠിച്ചാൽ ഏത് ഗ്രാജുവേഷൻ ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും ചിലപ്പോൾ ഫെലോഷിപ്പ് ഒക്കെ കിട്ടും. അതുകൊണ്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കിട്ടുന്നത് ഇവിടെയൊക്കെ ഏകദേശം ഒരേ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറേ പൈസ ഉണ്ട്, അവിടെ എല്ലാം പ്രൈവറ്റാണ്. അപ്പോൾ 20 ലക്ഷത്തിന് പഠിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, 2 കോടിക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ഉണ്ടാവും. ഇപ്പം ചില സ്ഥലത്തൊക്കെ അവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളപ്പോൾ അവർ നല്ല മെറിറ്റുള്ളവരെ മാത്രം എടുത്തിട്ടാണ് അതിന് വലിയ സ്റ്റാൻഡേർഡ് ഉണ്ടായത്. ആ സ്റ്റാൻഡേർഡ് ചേരാൻ പറ്റുന്നത് അതിപ്പോ ഒരു 3 കോടിയാണെങ്കിൽ 1 കോടി കുറച്ച് കൊടുത്താലും ഫെലോഷിപ്പായി. അത് മെറിറ്റ് ബേസ്ഡ് ഫെലോഷിപ്പാണ്. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് വലിയ ഇപ്പം PhD ഒക്കെ കിട്ടാന്ന് വിചാരിക്കും. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് PhDക്ക് പോകുമ്പോൾ എന്താ കിട്ടുക? ഫെലോഷിപ്പാണ് കൊടുക്കുക, സ്കോളർഷിപ്പ് അല്ല. കാരണം നമ്മൾ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ജൂനിയർ ഫെലോഷിപ്പ്, ജൂനിയർ റിസർച്ച് ഫെലോ, സീനിയർ റിസർച്ച് ഫെലോ, ഈ ബെസ്റ്റ് പോസ്റ്റ് ഡോക്ടറൽ എക്സാംസ് എഴുതുമ്പോൾ CIT ആണ് നല്ലത്, GMAT ആണ് നല്ലത്? PDF എന്ന് പറയാം, പോസ്റ്റ് ഡോക്ടറൽ ഫെലോ എന്ന് പറയാം. JRF ജൂനിയർ റിസർച്ച് ഫെലോ, SRF എവിടെയാണ് നല്ലത്? അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ സംഭവം മനസ്സിലായി. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിസർച്ചിനൊക്കെ പോകുന്നവരാണ് ഫെലോഷിപ്പ്. അപ്പം ഈ ബെസ്റ്റ് ഇപ്പം ഇങ്ങനെ എക്സാംസ് എഴുതുമ്പം CIT ആണ് നല്ലത്, GMAT ആണ് നല്ലത്? ഇങ്ങനെ നമുക്ക് എവിടെ പോകണം, ഏത് പരീക്ഷ എഴുതണം അനുസരിച്ചിട്ട് എവിടെയാണ് പോകേണ്ടത്, IIM-ലാണോ, അങ്ങനെ ആലോചിക്കരുത്. എല്ലാ പരീക്ഷ ചെയ്തിട്ട് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുമ്പോൾ ഇതാണോ നല്ല, അതാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ഇപ്പൊ BBA കഴിഞ്ഞാൽ ഇപ്പൊ എബ്രോഡ് പോകുന്ന പരീക്ഷ എഴുതണം, എഴുതാം. IIM പോകുന്ന എഴുതാം, IIT മാസ്റ്റേഴ്സിന് എഴുതാം, എല്ലാ യൂണിവേഴ്സിറ്റിയുടെ എഴുതാം. ഓക്കെ, സിവിൽ സർവീസ് എഴുതാം. ഗ്രാജുവേഷൻ കഴിഞ്ഞ് സിവിൽ സർവീസ് നേരെ എഴുതാമല്ലോ. ഇങ്ങനെ പഠിക്കണമെങ്കിൽ 2 കൊല്ലം നീ എൻ്റെ കൂടെ വാ, IAS ആക്കി അല്ലെങ്കിൽ IPS ആക്കി സല്യൂട്ട് അടിക്കാൻ. മനസ്സിലായി? നല്ലോണം പഠിക്കുന്നുണ്ട് കുട്ടി, ഈ പ്രായത്തിൽ ഇങ്ങനെ പഠിക്കാൻ സല്യൂട്ട്. ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോയി വിചാരിക്കാം. പക്ഷെ പലർക്കും പറ്റെന്താ വെച്ചാൽ നല്ല കമ്പനി ഉണ്ടാവില്ല, ബോറടിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ പഠിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു ബാങ്ക് ജോലി കിട്ടും, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാശൊക്കെ പിന്നെ ചെറിയ അടുത്തേക്ക് സെറ്റിൽ ആവും. അങ്ങനെ നടക്കില്ല. മെനക്കെടണം, നല്ലപോലെ മെനക്കെട്ട് കഴിഞ്ഞാൽ 100% ഗുഡ്. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം ഹൈദരാബാദിൽ എൻ്റെ ഒരു വീട്ടിൽ ലൈബ്രറി ഉണ്ട്, ഫുൾ ലൈബ്രറിയാണ്. ഗൂഗിൾ മാപ്പ് പോയിട്ട് ഡോക്ടർ TPS നടിക്കാം, അല്ലെങ്കിൽ എൻ്റെ ചില ലൈബ്രറി ക്ലാസ്സുകളൊക്കെ ലൈബ്രറി പിന്നിൽ കാണാം. ഒക്കെ എൻ്റെ ലൈബ്രറിയാണ്. അതിനകത്ത് സിവിൽ സർവീസിൻ്റെ ഫുൾ ബുക്സ് ഉണ്ട്, CAT, GMAT എല്ലാത്തിൻ്റെയും ബുക്സ് ഉണ്ട്. അവിടെ കുറേ പിള്ളേർ വന്നിരുന്ന് പഠിക്കും. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം, SHP നടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം, ഡോക്ടർ TPS നടിച്ച ഹൈദരാബാദ്. എൻ്റെ വീട്ടിൽ 1074 ക്ലാസ്സുകൾ മിക്കവാറും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. അതിൽ കുറെ കുട്ടികൾ ടൈം മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞുതരോ? അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണ്. എല്ലാരും കൂടി കഴിക്കും. അങ്ങനെ എത്രയോ പിള്ളേര് പഠിച്ചു, നല്ലവരെ പഠിക്കാം. അത് ഇപ്പം ഈ
ടൈം മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞുതരുമോ? അതെനിക്ക് വല്ലാതെ ഇത് ബുദ്ധിമുട്ടാണ്. ടൈം മാനേജ്മെന്റ് ഡോക്ടർ TPS നടിച്ചാൽ അല്ല. നീ ഏത് വേണമെങ്കിൽ അത് അടിച്ചു നോക്കി അതിനകത്ത് കാണും. ഓക്കെ, ശരിക്കും ടൈം അല്ല മാനേജ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്നത്തെ ദിവസം ടൈമല്ല മാനേജ് ചെയ്തത്, ചെയ്യാനുള്ള കാര്യങ്ങളുടെ പ്രയോറിറ്റി മാറ്റി. ഉറങ്ങലാണോ പ്രയോറിറ്റി, അല്ല ഈ സംസാരിക്കലാണോ പ്രയോറിറ്റി? ഇപ്പൊ എനിക്ക് വേറെ പണിയില്ലാത്തോണ്ടാണോ ചോദിക്കണേ? അങ്ങനെ കുറെ ചെറിയ ചെറിയ ടൈം നമ്മള് വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വേസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? മോക്ക് വേണ്ടി സമയം തരുമ്പോ എന്റെ മറ്റേ പണി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കി. ഇനി അതിനായിട്ട് 10 minutes പ്ലീസ് പറഞ്ഞില്ലേ, ആ 10 minutes കൊണ്ട് ഞാൻ ചെയ്യുന്ന പണി ഞാൻ ചെയ്തു കഴിഞ്ഞു. ആ 10 minute ഇങ്ങനെ വെറുതെ കാത്തിരിക്കല്ല ചെയ്യാൻ. ആ 10 minute എനിക്ക് ചെയ്യാനുള്ള പണി ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാ വെച്ചാല്, ഒരു പാത്രം ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു പാത്രത്തില് നമ്മള് ഒരു ബോട്ടില് ടെന്നീസിന്റെ ബോളില്ലേ, എത്ര ഇടാൻ പറ്റും? 1 2 3 4 കഷ്ടി ഇടാൻ പറ്റും. അപ്പൊ 4 ടെന്നീസ് ബോൾ, ആ യെല്ലോ ബോൾ ഇല്ലേ, ഈ ഇതിങ്ങനെയാന്ന് വിചാരിക്കും, മൂടില്ലാത്ത ഓപ്പൺ ആന്ന് വിചാരിക്കും. 1 2 3 ഇട്ടാ ഇത് ഫില്ലാവും, 4ാമത്തെ ഇടാൻ സ്ഥലമില്ല. അപ്പൊ അത് ഫുള്ളായില്ലേ? ആയോ? ഫുള്ളായോ? അത് കഴിയുമ്പോൾ ചെറിയ ചെറിയ കോട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മുത്തുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ആ മുത്ത് അതിൻ്റെ ഉള്ളിട്ട് അതിന്റെ ഇടയിലൊക്കെ പോയിട്ട് ഫില്ലാവില്ലേ? അത് ഫുള്ളായോ? അപ്പൊ ആലോചിച്ച് നോക്ക, 3 ബോളും ബാക്കി ഫുൾ മുത്തും ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായി. ആയോ? കൊടുത്തു വിചാരിക്കേ, എന്നിട്ട് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? സാൻഡ് ഇങ്ങനെ അടിഞ്ഞു പോകണ്ട, പിന്നെയും കുറച്ചിട്ട് കുലുക്കി കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തിയിട്ട് അത് ഫില്ലാവും. ഫില്ലായില്ലേ? ഇല്ല. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു നോക്ക്, വെള്ളം അതിന്റെ ഇടയിലൂടെ ഒക്കെ പോയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ 24 hours ആണ് ഈ ക്ലാസ്. ഇനി ഇനി 24 hours എന്ത് ചെയ്യാ? ആദ്യം കുറെ വെള്ളം ഒഴിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് സാൻഡ് ഇടാം. എന്താ പറ്റുക അറിയോ? സാൻഡ് താഴത്ത് പോയിട്ട് വെള്ളം മുകളിൽ വെക്കും. അത് കഴിഞ്ഞ് ഞാൻ മുത്തിടാം. എത്രയാണോ ഇട്ടിരുന്ന ആ ക്വാണ്ടിറ്റിനെ കയ്യിലെടുക്കാം. എന്നിട്ട് ആ മുത്തിട്ട് കഴിഞ്ഞാൽ മുത്ത് ഇവിടെ വരെ നിൽക്കും. അത് കഴിഞ്ഞ് ഒരു ബോൾ ഇടാൻ സ്ഥലം ഉണ്ടാവും. നമുക്ക് ചെയ്യാനുള്ള 3 വലിയ പണികൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്തിട്ട് അത് വെച്ചു കൊടുക്കാം. അതിനിടയിൽ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അതാണ് ഫ്രണ്ട്സിനോട് സമയം കളയുക, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എന്റെ ബോഡി ടേക്ക് കെയർ, മേക്കപ്പ്. പക്ഷെ അതൊക്കെ വലിയ പണിയുടെ ഇടയിൽ വേണം അതൊക്കെ ചെയ്യാൻ. മോളെ എത്ര പേർക്ക് ഞാൻ മെസ്സേജ് അയക്കേണ്ട? ഒരു മോളയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിന് ഞാൻ ആ ദിവസം ആൻസർ ചെയ്യാണ്ടിരിക്കുന്ന കുറവായിരിക്കും. ഇപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുന്നത് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും. അതല്ലാതെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ 1000 പേർക്ക് അയക്കണ്ടോ? ഒരു ഫോണല്ല, അടുത്ത് കുറെ നമ്പർ ഉണ്ട്. ആ നമ്പറിലൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ ഇതിപ്പോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബൈ ചാൻസ് ഇത് മിസ്സാവും. ഇതൊന്നും കാശ് കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല, ഇതൊക്കെ സ്ക്രീൻ ഗ്രാബ് ചെയ്യാണ്. ഇനി ബൈ ചാൻസ് അത് നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഓഡിയോ വെച്ചിട്ട് ബൈ ചാൻസ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മിസ്സായി എന്ന് വിചാരിക്കുക. ആ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പടം ശേഖരിച്ചു. മനസ്സിലായോ? ഈ പടം ശേഖരിച്ചു വെക്കുന്നതൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് നിർത്തിയിട്ടാണോ ചെയ്യണത്? അപ്പൊ അതിനിടയിൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ പണി ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ കാര്യത്തിനും ഇടയിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി അതില്ല കൊടുക്കാത്ത. ടാസ്കിങ് പോലെ. ആ മൾട്ടി ടാസ്കിങ് വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആ സമയം കിട്ടും. എന്ന് വെച്ചാൽ സിനിമ കാണണ്ടിരിക്കും, എല്ലാ സിനിമയും ഞാൻ പാട്ട് കേൾക്കാണ്ടിരിക്കും, എല്ലാ പാട്ടും ഞാൻ അയാള് എന്ന് വെച്ച് സംസാരിക്കാണ്ട് ഇല്ല, എല്ലാവരോടും സംസാരിക്കും. ഓഫീസിലെ പണി ചെയ്യാണ്ടിരിക്കും, നമ്മൾ ചെയ്യും. അപ്പൊ ഈ ടൈം ഇല്ല എന്ന് പറയുന്നവരാരാന്ന്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാത്തില്ല. പ്രൈം മിനിസ്റ്റർക്ക് സമയം 24 മണിക്കൂറല്ലേ ഉള്ളൂ. ആ. BBA ആക്ടിവിറ്റി പഠിക്കുന്ന മാനേജ്മെന്റ്. 24 മണിക്കൂറില്ലേ? അയാളാണോ ബിസി, നമ്മളാണോ? അയാളെ. അപ്പൊ നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? മനസ്സിലാണോ? യു ഷുഡ് ഹാവ് ടൈം. അത് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് എന്തൊക്കെ ചെയ്യണം തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ദർ ഇസ് നോ ടൈം മാനേജ്മെന്റ്, ഇറ്റ്സ് ഓൺലി ആക്ടിവിറ്റി മാനേജ്മെന്റ്. എന്താണ് ആക്ടിവിറ്റി മാനേജ്മെന്റ്? ഈ കോഴ്സസ് അപ്പാർട്ട് ഫ്രം കോളേജ് പഠിക്കണ്ടേ ഈ ടൈം എന്ന് തീരുമാനിക്കുന്ന കഴിവ് നമ്മുടെ കയ്യിലാണ്. അപ്പൊ ഇഷ്ടംപോലെ സമയം POM പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് ധാരാളം എക്സ്ട്രീം. പിന്നെ ഈ കോഴ്സസ് അപ്പാർട്ട് ഫ്രം കോളേജ് പഠിക്കണ്ടേ കുറേ ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇപ്പൊ മോക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു വിഷയം എന്ന് പറയാം. POM പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പഠിക്കാം. You will get 100 courses. കോഴ്സറയിൽ, എഡക്സിൽ, മൂക്ക് എന്ന് പറയാം, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അടിച്ചു നോക്കാം. അങ്ങനെ അടിച്ചു നോക്കിയാൽ എന്ത് കിട്ടും? കുറേ കോഴ്സുകൾ കിട്ടും. മോളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ആളെക്കാൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന കുറെ ആൾ ലോകത്തുണ്ടാവില്ലേ? അപ്പൊ അവരുടെ അടുത്ത് കിട്ടും ക്ലാസ്സുകൾ. ഓക്കെ, ആ ക്ലാസ്സുകൾ നമ്മൾ വെറുതെ ജോയിൻ ചെയ്യാൻ കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചേർന്നു എന്ന് വിചാരിക്കും. അങ്ങനെ 10 കോഴ്സ് മോള് ചെയ്തു എന്ന് വിചാരിക്കും. കുറേ വെബ്സൈറ്റുകളുണ്ട്, കോഴ്സ് ഉണ്ട്, എഡക്സ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളിലൊക്കെ പോയിട്ട് വെറുതെ ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു 10 കോഴ്സ് ഒരേ സ്ഥലത്ത് തന്നെ, ഒരേ സംഭവം തന്നെ 3 സ്ഥലത്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? അത്രയും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയച്ചു കഴിഞ്ഞു. കോഴ്സറയിൽ തപ്പി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഞാൻ അയച്ചു കഴിഞ്ഞു. കോഴ്സറ മാത്രമല്ല, ഒരു എക്സാമ്പിളേ ഞാൻ അയച്ചിട്ടുള്ളൂ. അതേ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫ്രീ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അടിക്കാം. ചുരുങ്ങിയത് 20 സൈറ്റുകൾ ഉണ്ടാവും. ഒന്നും കാശ് കൊടുത്ത് ചേരുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് അത് പഠിക്കുമ്പോൾ അടുത്ത ചാപ്റ്റർ എടുക്കുക. അപ്പം കോളേജിലും പഠിച്ചു, അതിലൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് 4 എബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചു. ഓക്കെ, അങ്ങനെ ഒരു 5 സബ്ജക്റ്റ് പഠിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സബ്ജക്റ്റുകളും വിഷയങ്ങളും ഒക്കെ കേട്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് 100 സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റും. ഒരാഴ്ചയൊക്കെ മതി, 3-4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. കാരണം ഒരേ സംഭവം 4 സ്ഥലത്ത് പഠിക്കണം. ഇതേ അസൈൻമെന്റ് ആണ് അവർ തരിക. ചിലപ്പോൾ അസൈൻമെന്റ് പരീക്ഷയൊക്കെ എന്ത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത 3 കൊല്ലം കൊണ്ട് ഒരു 300 സർട്ടിഫിക്കറ്റ് കിട്ടിയതായിരിക്കും. പിന്നെ ഏത് എബ്രോഡ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പൊക്കിക്കൊണ്ട് ഫ്രീ സെറ്റ്. ഇപ്പം എല്ലാ പരീക്ഷയും എഴുതല്ലേ? ഇപ്പൊ ഇങ്ങനെ GMAT, CAT, IELTS എല്ലാം എഴുതാം. അപ്പൊ അവരുടെ ഇംഗ്ലീഷ് മനസ്സിലാവും, നിങ്ങളുടെ സ്റ്റാൻഡേർഡും അവരുടെ സ്റ്റാൻഡേർഡും ഒക്കെ മനസ്സിലാവും. പിന്നെ ഇപ്പം
എല്ലാ പരീക്ഷയും ആ എഴുതല്ലേ? ഇപ്പൊ ഇങ്ങനെ GMAT, CAT, ഉം, IELTS എല്ലാം എഴുതും. എല്ലാം അത് ഇപ്പൊ എഴുതണമെന്നില്ല. IELTSന്റെ പിന്നെ സാമ്പിൾ സാറിന്റെ ക്വസ്റ്റ്യൻ ഇത് യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു. യൂട്യൂബിലൊക്കെ ചിലപ്പോൾ എനിക്ക് അതിന്റെ ശരിക്കും ടേം അറിയില്ല. പാരഗ്രാഫ് വായിക്കുമ്പോൾ എനർജി മനസ്സിലാവുണ്ടോ നോക്കിയിട്ട് ഉത്തരം എഴുതാൻ നോക്കി പ്രാക്ടീസ് ചെയ്ത് മൈൻഡിന്റെ എന്തോ സൈക്കോളജി പരമായിട്ട് ഗ്രാജുവേഷൻ എനർജി അങ്ങനെ എന്തോ തീരാറാവുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് അതെന്താണ്? വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ സ്കോറിന് ഒരു കൊല്ലത്തെ വാലിഡിറ്റി ഒക്കെ ഉണ്ടാവും. ആ ഇപ്പൊ എഴുതി കഴിഞ്ഞാൽ 4 കൊല്ലം കഴിയുമ്പോൾ 3 കൊല്ലം കഴിയുമ്പോൾ ആ, ഇൻവാലിഡ് ആവും. അപ്പൊ ഫൈനൽ ഇയർ ആവുമ്പോഴത്തേക്ക് അത് എഴുതണം. ഉം, ആ. പിന്നെ സാറിന്റെ ഇത് ഉം, യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ശരിക്കും ടേം അറിയില്ല. എനർജി മൈൻഡിന്റെ എന്തോ സൈക്കോളജി പരമായിട്ട് എനർജി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതെന്താണ്? ഉം, അപ്പൊ നമ്മള് ഒരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ചിന്തയിൽ നിന്ന് അയാളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂലേ? ആ ഇമോഷൻ. ഉം, ഉം, ആ ചിന്തയിൽ നിന്ന് നമ്മൾ എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരാളെ പുഷ് ചെയ്യുമ്പോൾ അയാൾ നീങ്ങുന്നു. അതൊരു എനർജിയാണല്ലോ, ഫിസിക്കൽ എനർജിയാണ്. ഉം, ഉം. ഇമോഷണലായിട്ടും എനർജി ഉണ്ടാവും. നമ്മൾ ഒന്നും വയ്യാൻ തോന്നുന്ന ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരാളെ കാണുമ്പോൾ ഭയങ്കര എനർജി. ഇല്ല. ഒരു നടന്നു പോകുന്ന കുട്ടി പറ്റും. അമ്മയെ കാണുമ്പോൾ പതുക്കെ പതുക്കെ നടന്ന് അമ്മയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് സ്പീഡ് കൂടും. എങ്ങനെയാ എനർജി കൂടുന്നത്? ഉം, ഇമോഷൻ. ഇമോഷണലാണ്. ആ ഇപ്പൊ ഞാൻ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കാൻ പറയും. ഇപ്പൊ എനിക്ക് മോളെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന പറയാം. ഉം, മനസ്സിലാവുണ്ടോ? അതിന് ഉത്തരം ഞാൻ വെച്ചാൽ സമ്മതിക്കില്ല എന്നായിരിക്കും. മോക്ക് ഉമ്മ എടുക്കാൻ പറ്റുമോ? ഒക്കാൻ പറ്റുമോ? ഇല്ല. പറ്റും. ഉമ്മ റെഡി ആയിട്ട് പറ്റും എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് എടുക്കാൻ പറ്റും. എന്നെ എടുക്കണ്ട, എടുത്ത് മനസ്സിലായി. ഉമ്മാന്റെ സ്നേഹത്തിന്റെ ഇതില് പറ്റില്ല. എടുക്കാണ്. ആർക്കും ആരും എടുക്കാൻ പറ്റും. ഉം, അതിനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ആ കഴിവുണ്ടാവുന്നത് ഒരു ചെറിയ കുട്ടിയെ ഒരു ഉമ്മ എടുത്തിട്ട് കുറേ സമയം കയ്യിൽ വെക്കുന്നില്ലേ? അതെങ്ങനെ 10 കിലോ വെയിറ്റ് ഉണ്ട്. പറ്റുന്നത്? 10 കിലോ വെയിറ്റ് ഉള്ള ഒരു ചാക്ക് കയ്യിൽ അത്രയും സമയം പിടിക്കാൻ പറ്റില്ല. ഉം, ഉം. കൈ ക്ഷീണവും. അതാ സ്നേഹം ഉള്ളത് കൊണ്ട് മൈൻഡിന്റെ അങ്ങനെ ആയിരിക്കും അല്ലേ? മനസ്സിലായി. ഉമ്മാന്റെ സ്നേഹത്തിന്റെ ഇതില് എടുക്കാൻ എടുക്കാണ്. പറ്റും. ഇപ്പൊ മോളുടെ വെയിറ്റ് 40 kg ആണെന്ന് വിചാരിക്കും. 50 ആ 50. ഇപ്പൊ 50 kg ഉള്ള ഒരാളെ എനിക്ക് പൊക്കാൻ പറ്റും. ഈസിലി തന്നെയൊക്കെ ഞാൻ പൊക്കും. മനസ്സിലായോ? അതെങ്ങനെ പറ്റുന്നത്? അത് പറ്റുന്നത് ഇപ്പൊ ഞാനിപ്പം എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് മോള് നിൽക്കുകയാണെങ്കിൽ ഐ ക്യാൻ ലിഫ്റ്റ്. എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ യു ക്യാൻ ലിഫ്റ്റ്. മൈൻഡിന്റെ അത് യു ക്യാൻ റെഡ്യൂസ് യുവർ വെയിറ്റ്. അത്രയ്ക്ക് പവർ ആണല്ലേ? മനസ്സിലായോ? അപ്പൊ ഈ സബ് കോൺഷ്യസ് അതായിരിക്കും അല്ലേ? കിടക്കൂലേ? ബോയൻസി ഫോഴ്സ് പ്രകാരം അതേ വെയിറ്റ് ഉള്ള അതിനെ പറ്റി ചെറുതായിട്ട് അറിയാം എനിക്ക്. അപ്പൊ നിങ്ങളെ വീഡിയോയില് കണ്ട് എനർജിനെ പറ്റിട്ട്. എങ്ങനെ മനുഷ്യനോട് കിടക്കണേ? മനസ്സിന്റെ ബലം കൊണ്ടാണ്. അങ്ങനെ മനസ്സിന് വലിയ ശക്തിയാണ്. വി ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇപ്പൊ മോള് നടക്കാന്ന് വിചാരിക്കും. ഉമ്മ ബാക്കിൽ നിന്ന് ഒന്ന് വിചാരിച്ചാൽ മതി മോൾ ഇപ്പൊ തിരിഞ്ഞു നോക്കണം. അപ്പൊ മോള് തിരിഞ്ഞു നോക്കും. പവർ ആണല്ലേ? പവർ ഉണ്ട് മനസ്സിൽ. അപ്പൊ ഈ സബ് കോൺഷ്യസ് അതായിരിക്കും. അതാണ് ഈ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നതാണ്. അതിനെ പറ്റി ചെറുതായിട്ട് അറിയാം എനിക്ക്. അപ്പൊ നിങ്ങളെ വീഡിയോയില് കണ്ട് എനർജിനെ പറ്റിട്ട്. ഇന്നിപ്പോ ഒരു മെസ്സേജ്. ഇപ്പൊ എനിക്ക് എൻ്റെ അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. വയ്യാത്ത അതും ഇതും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ എനിക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കും. അവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും അത് കഴിക്കണോ. ഞാൻ എസ് എന്ന് പറഞ്ഞാലേ കഴിക്കുള്ളൂ. മനസ്സിലാവുണ്ടോ? അതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് അവർക്ക് ആ മരുന്ന് എഫക്ട് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ ഞാൻ കഴിച്ചോളൂ എന്ന് പറയുന്നതുകൊണ്ടാണ്. ഞാൻ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാർ.
അപ്പോൾ അവരുടെ മരുന്നിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഞാൻ പറയുന്ന വാക്കുകളിലുള്ള വിശ്വാസം കൊണ്ടാണ്. എനിക്ക് ഈ അറിവുകളൊക്കെ നേടിത്തരുന്നത് ലൈബ്രറിയും കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ഓരോ ഞാനും മനുഷ്യനും ആസ്വദിക്കാൻ ബാക്കിയുള്ളവർക്ക് പറ്റിയല്ലോ കൊടുക്കാൻ പറ്റുന്ന എന്നാലോചിക്കും. കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിന് വിശ്വാസം എന്ന് പറയുന്നത് ഇതിനെന്താ വിശ്വാസത്തിന്റെ എനർജിയാണ്. മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മരുന്ന് കഴിക്കാനൊന്നും എനിക്ക് യാതൊരു മടിയില്ല. ഇതെനിക്ക് വേണ്ടിയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാനിത് കഴിക്കുന്നത്. അത് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളും ഇല്ല. എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ഷീണം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ കഴിക്കുന്ന ഫുഡിനെക്കാളും കാണുമ്പോൾ ഇത്തിരി തടിയുണ്ട്. അത് എന്നാലും അതൊരു അഭംഗിയായിട്ടൊന്നും ഇല്ല. അതായിരുന്നു ഞാൻ മരുന്ന് കഴിക്കാൻ വില്ലിങ് ആണ്. സൈഡ് എഫക്ട്സിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കണേ ഇല്ല. പിന്നെന്താ, ഒന്നുമില്ല. സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി മാത്രം, അത്ര മാത്രം. എനിക്കൊരു ഗുരുവിനെ കിട്ടി, ശരിക്കും ഗുരുവിനെ കിട്ടി. കേൾക്കണില്ലല്ലോ. വളരെ സന്തോഷിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഇല്ല, ഇടക്ക് ബ്രേക്ക് ആയി പോയി. ഇങ്ങനെ മരുന്ന് കുടിച്ചോന്ന് പറയുമ്പോ അവര് കുടിക്കാണ്. സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി മാത്രം, അത്ര മാത്രം. എനിക്കൊരു ഗുരുവിനെ കിട്ടി, ശരിക്കും ഗുരുവിനെ കിട്ടി. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഒന്നുമില്ല, സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി മാത്രം, അത്ര മാത്രം. എനിക്കൊരു ഗുരുവിനെ കിട്ടി, ശരിക്കും ഗുരുവിനെ കേൾക്കണില്ലല്ലോ. വളരെ സന്തോഷിക്കുന്നു. മനസ്സിലായിപ്പോ. കേൾക്കണില്ലേ? ഇല്ല, ഇടക്ക് ബ്രേക്ക് ആയി പോയി. ഇത്രേ ഉള്ളൂ ഇങ്ങനെ മരുന്ന് കുടിച്ചോന്ന് ക്വസ്റ്റ്യൻസ്. പറയുമ്പോ അവര് കുടിക്കാണ്. ശരിക്കും ശ്രദ്ധിക്കും. ആ അത്ര മാത്രം. എനിക്കൊരു ഗുരുവിനെ കിട്ടി, ശരിക്കും ഗുരുവിനെ കിട്ടി. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. അപ്പോൾ അവർക്ക് സന്തോഷമായി. നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതങ്ങനെയാണ്. മനസ്സിലായിപ്പോ. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഇതിടാലോ അല്ലേ? ആ